ഞാൻ വളരെ ഗൗരവത്തോടെ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ നിങ്ങൾ അശ്ലീലമായി ചെയ്ത ഒരു ചാറ്റിംഗ്, ഒരു വോയിസ്, ഒരു ചിത്രം കണ്ടാൽ അന്നത്തോടുകൂടെ അവളുടെ മനസ്സിൽ നിങ്ങൾ മരിച്ചു. ലോകത്തേറ്റവും അറപ്പുള്ള വ്യക്തി നിങ്ങളായിരിക്കും. നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അവൾ മെല്ലെ അകന്നു നിൽക്കും. കാരണം മറ്റൊരു സ്ത്രീയെ സമീപിക്കുകയോ തൊടുകയോ മനസ്സിൽ കേറ്റുകയോ ചെയ്ത ഒരുത്തനെ ഉൾക്കൊള്ളാൻ ഒരു ഭാര്യക്കുമാവില്ല. നിസ്സാരമായി കാണരുതേ സുഹൃത്തുക്കളെ. എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുന്നതിൽ അവിഹിതങ്ങൾക്ക് പങ്കുണ്ട്. 21 വയസ്സായ മകൾ വാപ്പയുടെ കടയിൽ പഴയ കാലത്ത് സേവനത്തിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുമായി അന്നു മുതൽ തുടങ്ങിയ ഒരു ബന്ധം അയാൾ നിലനിർത്തിപ്പോരുന്നു. പക്ഷെ ഒരിക്കലും മക്കൾക്കറിയില്ല, ഭാര്യക്കറിയില്ല. പക്ഷെ ഒരു ദിവസം അയാളുടെ ഫോണിൽ ആ സ്ത്രീക്ക് അയച്ചൊരു വോയിസ് മെസ്സേജ് ആ പെൺകുട്ടി കാണുകയാണ്. അന്ന് അവൾ തകർന്നു. വാപ്പയുടെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടാൽ അന്നു മുതൽ അവൾക്ക് വാപ്പയില്ല. അറിയുമോ സുഹൃത്തുക്കളെ, ഫോണിൽ അശ്ലീലങ്ങൾ കാണുന്നവർ ഇന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അവൾക്ക് വാപ്പയില്ല. ജീവിച്ചിരിക്കുന്ന വാപ്പയുടെ മനസ്സിൽ മരിച്ചു. അവൾ രാവിലെ ഫോണിൽ വിളിച്ച് എന്നോട് ചോദിച്ചു, ഞാൻ ഇനി എന്തു ചെയ്യും? വാപ്പയെ ഞാൻ എങ്ങനെ തിരുത്തും? വാപ്പ എന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ആ വാപ്പയെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. വാപ്പയെ മുഖത്ത് നോക്കാൻ ആഗ്രഹമില്ല. ഉമ്മ ഇപ്പോൾ വീട്ടിലില്ല. ഉമ്മയെങ്ങാനും ഇതറിഞ്ഞാൽ ഞങ്ങളുടെ വീടെന്താകും? ഞങ്ങളുടെ കുടുംബം എന്താകും? എത്ര നിസ്സാര ഭാവത്തോടുകൂടെയാണ് അവിഹിതങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സ്വന്തം ഭാര്യയോട് അവിഹിതങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നോ എന്ന് ചോദിക്കുന്ന മഹാധിക്കാരികളുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാ സ്വാധീനങ്ങൾക്കും അധികാരങ്ങൾക്കും ഒരു സമയപരിധിയുണ്ട്. ദുർബലകളാണ് സ്ത്രീകൾ. ഒരുപക്ഷെ അവൾക്ക് പോവാൻ ഒരിടമില്ലായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടാൻ ഒരു സ്ഥലമില്ലായിരിക്കാം. തന്റെ ഭർത്താവിനെ കുറിച്ചൊരു അഭിമാന ബോധമുള്ളത് കൊണ്ട് എന്റെ ഭർത്താവ് അവിഹിതമായ ചാറ്റ് നടത്തുന്നു എന്ന് സ്വന്തം വീട്ടിൽ പറയാൻ അവൾക്ക് ലജ്ജയായിരിക്കാം. അവളുടെ അഭിമാനം അനുവദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടെല്ലാം എനിക്കെന്തുമാകാം എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ഒരു നാൾ പിടിക്കപ്പെടും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് അവിഹിതങ്ങളുണ്ടോ? അവിഹിതങ്ങളുള്ള ഒരുത്തനെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണിനുമാവില്ല.